വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സാറേ കോടതിയിൽ ഹാജരാക്കാൻ സമയമായി എന്ന് പറയുമ്പോൾ പിന്നെ ചന്ദ്രബോസ് പറയുന്നുണ്ട് അങ്ങോട്ട് VIP അടക്കം ഈ മുതലിനെ കാണാൻ അങ്ങോട്ട് കാത്തു നിൽക്കുകയല്ലേ, പിന്നെ കയ്യിലങ്ങോട്ട് വിലങ്ങ് വെച്ചു, ചിലപ്പോൾ അവന് ഓടിപ്പോവാനായിട്ട് തോന്നിയല്ലോ, പിന്നെ എനിക്ക് സർവീസ് റിവോൾവർ വെച്ച് വെടിവെക്കേണ്ടി വരും, ഉണ്ട ചങ്കിനകത്ത് കൊണ്ടാൽ അങ്ങോട്ട് ചത്തുപോവുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ് ചന്ദ്രബോസ്. അന്നേരം വിഷ്ണു വീണ്ടും പറയുകയാണ്, ഉണ്ട ഈ ചങ്കിനകത്ത് തന്നെ കൊള്ളണ്ടേ സാറേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രബോസിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ഡാന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിനെ അങ്ങോട്ട് കുത്തിപ്പിടിക്കുമ്പോൾ സാർ കോടതിയിൽ എന്ന് പറഞ്ഞ് നഹാസ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അന്നേരം അങ്ങോട്ട് കൊണ്ടുവാ, വിലങ്ങ് വെച്ച് അങ്ങോട്ട് കൊണ്ടുവാ എന്നും പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ ചന്ദ്രബോസിന് ആകെ ഇങ്ങോട്ട് ദേഷ്യമുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് വിലങ്ങ് വയ്ക്കുന്നുണ്ട്. ചന്ദ്രബോസ് തൻ്റെ വണ്ടിയിലും വിഷ്ണുവിനെ പോലീസ് ജീപ്പിലും കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേസമയം കാറിൽ പോകുന്ന ശാലിനിയോട് ജഗദീപ് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അയാൾ പിന്നെ അയാളുടെ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് സമ്മതിക്കുമോ എന്ന്. അന്നേരം അതെന്താ ഇപ്പോൾ സമ്മതിച്ചാലും ചോദിക്കുമ്പോൾ, അല്ല കേസും കൂട്ടോ എന്നൊക്കെ കേൾക്കുമ്പോൾ അതുങ്ങൾക്ക് ചിലപ്പോൾ വരത്ത് പോലും ഇല്ല, അവർ സമ്മതിക്കത്ത് പോലും ഇല്ല എന്ന് പറയുമ്പോൾ അത് സാധാരണ ലോക്കൽ കേസുമായിട്ട് ചെല്ലുമ്പോൾ ഇത് കളക്ടറാണ് ചെല്ലുന്നത്, അപ്പോൾ സമ്മതിക്കേണ്ടടുത്ത് സമ്മതിച്ചേ മതിയോ, വ്യക്തമായ വിവരങ്ങൾ തന്നേ മതിയാകൂ എന്നിങ്ങനെ ശാലിനി ഉറപ്പിച്ചു പറയുകയാണ്. അന്നേരം ജഗദീപ് പറയുകയാണ്, പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ പോയാൽ മതിയായിരുന്നു, അപ്പോൾ വല്ല IAS കളക്ടറോ ഒക്കെ ആകാമായിരുന്നു, ഇതിപ്പം ഭാര്യയുടെ തല്ലും കൊണ്ട് അവൾ ജയിലിൽ പോയത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല, പുറത്തുണ്ടെങ്കിൽ പിന്നെ തല്ലിൻ്റെ പൊടി പൂരമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ജഗദീപ് തട്ടിവിടുമ്പോൾ രാമേട്ടന് ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആർക്ക് തല്ലിൻ്റെ പൂരമെന്ന് ശാലിനി ചോദിക്കുമ്പോൾ എനിക്ക്, അല്ലാതെ പിന്നെ ആർക്ക് എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. അതൊക്കെ ഒരു തമാശ സീൻ എന്ന പോലെയാണ് കാണിക്കുന്നത്. തുടർന്ന് അവർ ആ ജ്വല്ലറി ഓണർ കാത്തു നിന്ന് ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അന്നേരം അനുപല്ലവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. മാഡത്തിന് എന്ത് സഹായമാണ് എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന ബ്രേസ്ലെറ്റ് കൊടുത്തിട്ട്, ഇത് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയതല്ലേ, മോഡൽ നോക്കി പറയാൻ പറ്റില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അയാളത് കയ്യിലേക്ക് എടുത്തിട്ട് പോക്കറ്റിൽ നിന്നും ലെൻസ് എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയതാണ്, സത്യാമ്മയാണ് വാങ്ങിക്കൊണ്ട് പോയത്, 3 ദിവസം മുന്നെയാണ് വാങ്ങിയത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്കും ജഗദീപിനും ഒക്കെ അങ്ങ് പ്രതീക്ഷ വരികയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഇത് കോടതിയിൽ വന്ന് പറയുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല, ഇത് കൃത്യമായിട്ട് ഓർക്കാനുള്ള കാരണം ഈ മോഡൽ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് ഒരു നല്ല കാര്യത്തിനല്ലേ, ഞങ്ങളുടെ കടയിലെ ബ്രേസ്ലെറ്റിനെ കുറിച്ച് പറയാനല്ലേ ഞാൻ വരാമെന്നിങ്ങനെ ആ ഓണർ സമ്മതിക്കുന്നുണ്ട്. ഇതേസമയം സത്യഭാമയും രോഹിത്തും കൂടി ആ കോടതി മുറ്റത്തും തന്നെ നിൽക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ടടുത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഒരാപത്തും കൂടാതെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരെന്താ വിഷ്ണുവിനെ കൊണ്ടുവരാത്തത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, പോലീസുകാരല്ലേ, അവർക്ക് അതിൻ്റേതായ സമയം കാണുമെന്ന് പറഞ്ഞിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് മധുശ്രീ ആണെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അന്നേരം പിന്നെ അമ്മയാണെങ്കിൽ മകന് തൂക്കുകയറ് കിട്ടുമ്പോഴും സത്യാമ്മ തള്ളയാണെങ്കിൽ അങ്ങോട്ട് ചമഞ്ഞൊരുങ്ങി വന്ന് നിൽപ്പുണ്ടല്ലോ, തൂക്കുകയറ് ലഭിക്കുമ്പോഴും ചമയത്തിനൊരു കുറവുമില്ല. പിന്നെ ഇപ്പോഴാണെങ്കിൽ അങ്ങോട്ട് പ്രാർത്ഥിക്ക്, ശിവഭഗവാനോട് തന്നെ പ്രാർത്ഥിക്ക്, തൂക്കുകയറ് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ വിഷ്ണുമോനാണെങ്കിൽ കാലെടുത്ത് വെച്ച് ദൈവത്തിൻ്റെ മുന്നിലേക്ക് നിൽക്കുകയല്ലേ, അപ്പോൾ പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോകും എന്നൊക്കെ ഇങ്ങനെ സത്യഭാമയെ നോക്കി മധുശ്രീ ആണെങ്കിൽ മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് ചന്ദ്രബോസിനെ വിളിക്കുന്നുണ്ട്, ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് എവിടെയാ ചിറ്റപ്പ, അവൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ, വിധി ന്യായവും പോക്കറ്റിലിട്ടുകൊണ്ട് ജഡ്ജി ആണെങ്കിൽ ഇവിടെ തെക്ക് വടക്ക് നടക്കുകയാണെന്ന് പറയുമ്പോൾ ഓൺ ദ വേ ആണെന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, ഇവിടെ അമ്മ മഹാറാണി ആണെങ്കിൽ ഒരു ലോഡ് പൂങ്കണ്ണീരുമായിട്ട് മകനെ എതിരേൽക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് അവർക്കൊരു മുഖം കൊടുക്കാനായിട്ട് ഒരു സാധ്യതയുമില്ല. പിന്നെ ആട്ടമല്ലേ, അത് കണ്ടു തന്നെ അറിയണം, നീ അതിനുള്ള വിളക്ക് കത്തിച്ചോളൂ എന്നൊക്കെ ഈ ചന്ദ്രബോസ് ഇങ്ങനെ ആധികാരികമായിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ്, ഇവിടെ നടക്കാൻ പോകുന്ന ആട്ടമല്ല, കീചകവധമാണ്, എത്രയും പെട്ടെന്ന് ചിറ്റപ്പനെ അവനെ ഇങ്ങ് കൊണ്ടുപോരാ, ചിറ്റപ്പനെന്നാണ് വിളിക്കുന്നത്, കൊണ്ടുപോരാ എന്നിങ്ങനെ മധുശ്രീ പറയുകയാണ്. തുടർന്ന് മധുശ്രീ അവിടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വീണ്ടും മനസ്സിൽ കരുതുകയാണ്, തെളിവിനായിട്ട് നെട്ടോട്ടം ഓടുന്ന വിഷ്ണുവിൻ്റെ പ്രാണനെ എവിടെയെങ്കിലും കണ്ടില്ലല്ലോ, ഇനിയിപ്പോൾ കണവനെ രക്ഷിക്കാനായിട്ട് തെളിവൊന്നും കിട്ടാത്തപ്പോൾ കരഞ്ഞ് കാലം കളയാമെന്ന് വിചാരിച്ച് കാണുമെന്തോ എന്നൊക്കെ പറഞ്ഞ് ശാലിനിയും അവിടെയൊക്കെ മധുശ്രീ തിരയുന്നുണ്ട്. തുടർന്ന് വീണ്ടും വിഷ്ണുവിനെ കൊണ്ടുവരുന്നില്ലല്ലോ എന്നും പറഞ്ഞ് സത്യാമ്മ നിൽക്കുമ്പോൾ ഇപ്പോൾ വരുമെന്നൊക്കെ രോഹിത്ത് പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ചന്ദ്രബോസും മറ്റ് പോലീസുകാരും ചേർന്ന് വിഷ്ണുവിനെ കൊണ്ടുവരികയാണ്. ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സത്യഭാമയെ വിഷ്ണു കാണുന്നുണ്ട്. അന്നേരം വിഷ്ണു മുഖം കൊടുക്കുന്നില്ല. വിഷ്ണു ആകെ ദേഷ്യം കുറച്ചുകൂടി ഗൗരവം കൊണ്ട് വായിക്കുകയാണ്.
എന്നിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരും, നടക്കട അങ്ങോട്ട് ഇങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ സത്യഭാമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം വിഷ്ണു മുഖമേ കൊടുക്കുന്നില്ല, നോക്കുന്ന പോലുമില്ല. അന്നേരം മോനെ വിഷ്ണു, അമ്മയോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോടാ എന്നിങ്ങനെ സത്യഭാമ സങ്കടത്തോടെ പറയുകയാണ്. വിഷ്ണുവിനെ ആ വിലങ്ങൊക്കെ ഇട്ട് കൊണ്ടുവരുന്ന കാണുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ എങ്ങ് സങ്കടമാണ്. അന്നേരം വിഷ്ണു സത്യഭാമയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. രോഹിത്തെ, ശാലിനി വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം വിഷമിക്കേണ്ട വിഷ്ണു ബ്രോ, ശാലിനി ഉറപ്പായിട്ടും വരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ചന്ദ്രബോസ് പറയുകയാണ്, ഇത് പിന്നെ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള പെട്ടിക്കടയും ഒന്നുമല്ല, ഇത് കോടതിയാണ്. ഇവിടെ അതിൻ്റെതായ മര്യാദയും സമയക്രമവും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരികയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, മര്യാദ അത് വേണം. പോലീസിന് അതില്ലേൽ ജനങ്ങൾ പഠിപ്പിക്കും, മുട്ടയിൽ നിർത്തി പഠിപ്പിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ചന്ദ്രബോസിന് വീണ്ടും അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രബോസ് പറയുകയാണ്, നിനക്ക് അവിടെ ഈ പോലീസിൻ്റെ കൺസിഡറേഷനൊക്കെ നിനക്ക് അവിടെ കോടതിയിൽ ഹാജരാക്കുന്നത് വരെയുള്ളൂ. പിന്നെ അങ്ങോട്ട് നിൻ്റെ മുലപ്പാൽ വരെ അങ്ങോട്ട് കുടിച്ച മുലപ്പാൽ വരെ അവരങ്ങോട്ട് ഛർദ്ദിപ്പിക്കും, പിന്നെ മേളമായിരിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുമ്പോൾ സത്യഭാമ ഇതൊക്കെ അങ്ങ് വിഷമത്തോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, മുലപ്പാലല്ലേ, അത് ഛർദ്ദിക്കുന്നതിന് ഒരു അന്തസ്സുണ്ട്, പക്ഷേ ഒരായുസ് കൊണ്ട് മുഴുവൻ പറ്റിച്ചുണ്ടാക്കിയത് അവിടെ ഛർദ്ദിക്കുമ്പോൾ അത് ഭയങ്കര നാറ്റമായിരിക്കും. അതിന് ഏത് മഹാസമുദ്രത്തിൽ പോയി കുളിച്ചാലും അതിൻ്റെ നാറ്റം അങ്ങോട്ട് മാറില്ല എന്ന് പറയുമ്പോൾ നാവടക്കട എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. തുടർന്ന് നിനക്കുള്ള ഉണ്ട അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അകത്തോട്ട് പിടിച്ചോണ്ട് വാടോ എന്നിങ്ങനെ പോലീസുകാരോട് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു മുന്നോട്ട് നടക്കുമ്പോൾ അവരെല്ലാവരും കൂടി അങ്ങ് കോടതിക്കകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അവിടെ സത്യഭാമ. ഈ സീനുകളൊക്കെ മധുശ്രീ ആണെങ്കിൽ അവിടെ ദൂരെ നിന്ന് കാണുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പിന്നെ സത്യഭാമ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, പിന്നെ വിഷ്ണുവിന് ജാമ്യം കിട്ടുമല്ലോ അല്ലേ എന്നുള്ളത്. അന്നേരം ശാലിനി എന്തെങ്കിലും ഒരു തെളിവുമായിട്ട് വരിക തന്നെ ചെയ്യും. വിഷ്ണുപുറയെ ശിക്ഷിക്കാനായിട്ട് ശാലിനി സമ്മതിക്കില്ല, രക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ മുൻകൂട്ടി പ്രവചിക്കാനായിട്ട് നീ ആര് ജ്യോത്സ്യനോ? പിന്നെ അവളെ കൊണ്ട് ഇങ്ങനെ ഒരു കേസിൽ അവളെ കൊണ്ട് എന്ത് ചെയ്യാനാണ് സാധിക്കുക? അവൾക്ക് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കാനായിട്ട് സാധിച്ചോ? പിന്നെ ഇവിടെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല, വല്ല അധികാരമുള്ള പദവി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ? പോലീസുകാരൊക്കെ അവൾക്ക് താഴെ, അവളുടെ അധികാരത്തിന് താഴെയാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പിന്നെ അവിടെ ഒന്നും നടന്നില്ലല്ലോ, ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് സത്യഭാമ അങ്ങോട്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം, ആപത്ഘട്ടം വരുമ്പോഴല്ലേ അവളുടെ അധികാരവും പിന്നെ സ്വാധീനവും ഒക്കെ കാണിക്കേണ്ടത്. അതൊന്നും അവൾക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടവും പരിഭവവും പരാതിയും ഒക്കെയാണ്. പക്ഷേ ദേഷ്യഭാവം അവിടെ ഇല്ല ഭാമയ്ക്ക്. തുടർന്ന് പിന്നെ രോഹിത് പറയുകയാണ്, പിന്നെ വിഷ്ണു ബ്രോയെ ശിക്ഷിക്കപ്പെടാനായിട്ട് ശാലിനി ഒരിക്കലും അനുവദിക്കില്ല, എന്ത് വില കൊടുത്തും വിഷ്ണു ബ്രോയെ ശാലിനി രക്ഷപ്പെടുത്തി കൊണ്ടുവരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവുമില്ല, പക്ഷേ ശാലിനി രക്ഷിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അവിടെ ആ കോർട്ടിന് അകത്ത് അവിടെ ആ ബെല്ല് മുഴങ്ങുന്നുണ്ട്. അന്നേരം സത്യമ്മക്ക് അങ്ങോട്ടിരിക്കാം. അവിടെ കോടതി നടപടികളൊക്കെ തുടങ്ങാറായി എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് കോടതിക്കകമാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. വിഷ്ണുവിനെ ആണെങ്കിൽ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തുന്നുണ്ട്. അമീർ അബ്ദുള്ളയാണ് വിഷ്ണുവിനെതിരായിട്ട് വാദിക്കാനായിട്ട് നിൽക്കുന്നത്. അർജുനുണ്ട്, ശാലിനിയും ആ ജ്വല്ലറി ഓണറും സത്യഭാമയും രോഹിത്തും ചന്ദ്രബോസും മധുശ്രീയും എല്ലാവരും ഉണ്ട് അതിനകത്ത്. തുടർന്നാണെങ്കിൽ അമീർ അബ്ദുള്ളയാണ് ആദ്യം വാദിക്കുന്നത്. അന്നേരം പറയുന്നുണ്ട്, നീതി ദേവതയെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കല്യാണം വരെ എത്തിയിട്ടും അതിനെ നിഷ്കരണമായി കൊന്നു കളഞ്ഞു എന്നും പറഞ്ഞ് വക്കീലിൻ്റെതായ ഒരു വാക് സാമർഥ്യത്തിൽ അങ്ങ് വാദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ അർജുനെ തന്നെ നോക്കുമ്പോൾ പേടിക്കേണ്ടെന്നിങ്ങനെ കണ്ണടച്ച് അർജുൻ കാണിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ അങ്ങോട്ട് വിസ്തരിക്കുകയാണ്. എന്താണ് പേര് എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു എന്ന് പറയുന്നുണ്ട്. അന്നേരം ജോലി എന്തെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. സത്യഭാമയുടെ പണപ്പിരിവിന് വേണ്ടിയാണല്ലോ വിഷ്ണു ഇതുവരെയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മുമ്പ് എന്തായിരുന്നു ജോലി എന്ന് ചോദിക്കുമ്പോൾ അതിന് മുന്നേ ഒരു ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അതിന് മുന്നേ എന്തായിരുന്നു ചോദിക്കുമ്പോൾ വിഷ്ണുവിനാണെങ്കിൽ ഉത്തരമില്ല. വിഷ്ണു ഇങ്ങനെ എല്ലാവരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വിഷ്ണു ഉത്തരമില്ലാതെ ഇങ്ങനെ തല ഉനിച്ച് നിൽക്കുമ്പോൾ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ അർജുൻ എഴുന്നേൽക്കുകയാണ്. അന്നേരം അതിന് മുന്നേയും ഇങ്ങനെ നീതി ദേവതയെ പോലും ലജ്ജിപ്പിക്കുന്ന കൊലപാതകമാണെന്നൊക്കെ പറയുമ്പോഴും അർജുൻ ഒബ്ജക്ഷൻ പറഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം എന്ത് ഒബ്ജക്ഷനാണ്? ഇവിടെ അങ്ങോട്ട് വാദിച്ചു തുടങ്ങിയ പോലും ഇല്ല, പ്രതിയെ പോലും വിസ്തരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അമീറിനോട് വാദിക്കാൻ പറയുകയാണ്. അതിനുശേഷമാണ് ഇവിടെ വിഷ്ണുവിനോട് മുമ്പത്തെ ജോലി ചോദിക്കുമ്പോഴും ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, എൻ്റെ പ്രതിയുടെ പിന്നെ
എൻ്റെ കക്ഷിയുടെ മുൻകാല ചരിത്രമൊക്കെ നോക്കിയിട്ട് പഴയകാല സംഭവങ്ങളിലേക്ക് വെറുതെ വലിച്ചിഴയ്ക്കുകയാണ്. എൻ്റെ പിന്നെ കക്ഷിയെക്കുറിച്ചൊരു ബാഡ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇതൊന്നും നടത്തി കൊടുക്കരുതെന്നൊക്കെ പറയുമ്പോൾ അർജുൻ്റെ വാദം അവിടെ ഒബ്ജക്ഷൻ കേൾക്കാനായിട്ട് ജഡ്ജി തയ്യാറാകുന്നില്ല. വീണ്ടും അമീറിനോട് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും വിഷ്ണുവോട് ചോദിക്കുന്നുണ്ട്, ഹോട്ടൽ ബിസിനസ്സിന് മുന്നേ എന്തായിരുന്നു ചോദിക്കുമ്പോൾ പണമിടപാടുകളെക്കുറിച്ചുള്ള ക്രയവിക്രയങ്ങൾ എന്തൊക്കെയോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയുടെ ഫിനാൻസുമായിട്ട് ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ യെസ് ഓർ നോ അത് മാത്രം മതി എന്ന് പറയുമ്പോൾ നടത്തിയിരുന്നു എന്നിങ്ങനെ ഉറപ്പിച്ച് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് കോടതിക്ക് മുന്നാകെ പറയുമ്പോൾ ചെറിയ രീതിയിൽ നടത്തിയിരുന്നു എന്നിങ്ങനെ ജഡ്ജിയെ നോക്കി വിഷ്ണു പറയുന്നുണ്ട്. അതിന് സത്യഭാമയാണെങ്കിൽ ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിച്ച് ഇരിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ തന്നെയാണ് നടത്തിയിരുന്നത്. അത് കഴുത്തറപ്പൻ പലിശയ്ക്കാണ് അവർ പണം കൊടുത്തുകൊണ്ടിരുന്നത്. അത് കിട്ടാതെ വരുമ്പോൾ വിഷ്ണുവാണ് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ പിന്നെ സ്വകാര്യ ജീവിതത്തിൽ വരെ ഇടപെട്ടിട്ടുണ്ട്, ഗുണ്ട എന്ന പോലെ പെരുമാറിയിട്ടുണ്ട് പണം തിരിച്ചെടുക്കാനായിട്ട്. അന്നത്തെ വിഷ്ണുവിൻ്റെ പേരിൽ ലോക്കൽ പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള ഭവനഭേദനത്തിനും അക്രമത്തിനും ഒക്കെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ കൈമാറുന്നു എന്നും പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ജഡ്ജിക്ക് മുന്നാകെ അമീർ അബ്ദുള്ള കൊടുക്കുകയാണ്. അന്നേരവും പിന്നെ ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ട് അർജുൻ എഴുന്നേൽക്കുന്നുണ്ട്. പഴയകാല സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്, യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ആളുടെ കൊലപാതകം ചെയ്യാനായിട്ട് പ്രാപ്തനാണോ ഇല്ലയോ എന്നതിലേക്കാണ് എൻ്റെ ചോദ്യങ്ങൾ പോകുന്നത്. അതിന് അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വാദിക്കുമ്പോൾ അർജുൻ വീണ്ടും ഇരിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഈ വിഷ്ണു എന്ന് പറയുന്ന പിന്നെ വ്യക്തി, കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി വീണ്ടും ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വിവാഹം നിലനിൽക്കെ വീണ്ടും ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയ ആളാണ്. സ്ത്രീകളെ തന്നിലേക്ക് ആകർഷിക്കാനും അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനും വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തിയാണ് വിഷ്ണു എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കണ്ണിറുക്കി അടച്ചിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി അങ്ങ് പിടിക്കുകയാണ്. അതെല്ലാം കേൾക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് അങ്ങനെ ശാലിനിയൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഒരു ബന്ധം നിലനിൽക്കെ വീണ്ടും ഒരു വിവാഹം കഴിക്കുമ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥയൊക്കെ തള്ളി പറയുന്ന ആളാണ്, അങ്ങനെ ഒരു പ്രകൃതക്കാരനാണെന്നൊക്കെ വിഷ്ണു അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഈ അമീർ അബ്ദുള്ള അങ്ങോട്ട് വാദിക്കുകയാണ്. അന്നേരം വീണ്ടും ഒബ്ജക്ഷൻ പറഞ്ഞ് അർജുൻ എഴുന്നേൽക്കുന്നുണ്ട്. രണ്ടാം വിവാഹം കഴിച്ചാൽ മാത്രമല്ലേ പ്രതി പിന്നെ നിയമവ്യവസ്ഥ തെറ്റിക്കുകയുള്ളൂ, വിവാഹം കഴിച്ചിട്ടില്ലല്ലോ, വിവാഹിതനല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അമീർ അബ്ദുള്ള പറയുകയാണ്, എങ്ങനെ വിവാഹം കഴിക്കും? ആ വിവാഹം കഴിക്കാനിരുന്ന കാർത്തിക എന്ന പെൺകുട്ടിയെയാണ് നിഷ്കരുണമായിട്ട് കൊന്ന് കാറിനകത്തിട്ട് കത്തിച്ച പാലത്തിന് താഴെയിട്ട് കത്തിച്ചത്. അതിപ്പോൾ നാലാം പ്രതിയായ വിഷ്ണു തന്നെയാണ് പ്രേരണ കുറ്റം, ബാക്കി 3 പ്രതികളും കുറ്റം സമ്മതിച്ച് കഴിഞ്ഞതാണ് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം അർജുൻ വാദിക്കാനൊക്കെ ശ്രമിക്കുന്നെങ്കിലും അർജുന് സംസാരിക്കാനായിട്ട് അവിടെ ജഡ്ജി അവസരം കൊടുക്കുന്നില്ല. തുടർന്ന് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വിഷ്ണുവിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ ജഡ്ജി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എനിക്ക് ആരെയും കൊല്ലാനായിട്ട് സാധിക്കില്ല, ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുന്നാകെ പറയുന്ന കാര്യങ്ങളല്ല സത്യമാണ്, എനിക്കിതൊന്നും അറിവുള്ള കാര്യങ്ങളല്ല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. പക്ഷേ അത് ജഡ്ജി അങ്ങോട്ട് കണക്കിലെടുക്കുന്നില്ല. വീണ്ടും അമീർ അബ്ദുള്ളയോട് പ്രതിയെ വിസ്തരിക്കാനായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് സാക്ഷിയും ബാക്കിയുള്ളവരെയൊക്കെ വിസ്തരിക്കുന്നതിന് മുന്നേ ഒരു ഡിജിറ്റൽ തെളിവ് ഹാജരാക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു പെൻഡ്രൈവോ എന്തോ ഒരു സാധനം പിന്നെ അമീർ അബ്ദുള്ളയാണെങ്കിൽ കോടതിക്ക് മുന്നേ ഹാജരാക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ കാർത്തിക എന്ന പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ അന്ന് വിഷ്ണു ഒരു കൊലപാതകത്തിന് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ മൊബൈൽ ദൃശ്യങ്ങൾ അതിന് മുന്നേ ഹാജരാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കല്യാണത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. പിന്നെ കാർത്തികയുടെ രക്തം പുരണ്ട കത്തിയും അവിടെ ഹാജരാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒബ്ജക്ഷൻ എന്നും പറഞ്ഞിട്ട് വീണ്ടും അർജുൻ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. അർജുൻ പറയുന്നുണ്ട്, ഈ അമീർ അബ്ദുള്ള പറയുന്നത് പോലെ കാർത്തികയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ജീവിതത്തിലേക്ക് അവിചാരിതമായിട്ട് കടന്നു വന്നതാണ്. ഈ എൻ്റെ സുഹൃത്തും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അമീർ അബ്ദുള്ള പറയുന്നത് പോലെ വിഷ്ണു ഒരു സ്ത്രീ ലംബടനോ സ്ത്രീകളെ ആകർഷിക്കുന്ന ആളോ ഒന്നുമല്ല, ഒരു വിവാഹ തട്ടിപ്പ് വീരനോ ഒന്നുമല്ല. അന്നും ഇന്നും വിഷ്ണുവിൻ്റെ മനസ്സിൽ ഭാര്യയായിട്ട് ഒരാളേ ഉള്ളൂ, അത് ശാലിനി വിഷ്ണു എന്ന ജില്ലാ കളക്ടറാണ്. അവരുടെ സ്നേഹം പവിത്രവും ആത്മാർത്ഥതയുള്ളതുമാണ്. അങ്ങനെ വിഷ്ണു അങ്ങനെയുള്ള ആളായിരുന്നു എങ്കിൽ ഇപ്പോഴും അവരുടെ സ്നേഹം നിലനിൽക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് ശാലിനിയുടെ ആ സ്നേഹത്തെ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും സ്നേഹത്തെക്കുറിച്ചൊക്കെ അവിടെ അർജുനങ്ങ് സംസാരിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ശാലിനി തന്നെ നോക്കുന്നുണ്ട്. സത്യഭാമ ഇതൊക്കെ കേട്ട് ഇരിക്കുകയാണ്. ചന്ദ്രബോസും മധുശ്രീയും രോഹിത്തും എല്ലാവരും ഒക്കെ കേട്ടിരിക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ
സംഭവമുഖം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അർജുനാണെങ്കിൽ അന്ന് കാർത്തികയെ വിഷ്ണു കണ്ടുമുട്ടിയ ആ സംഭവം അവിടെ കോടതിക്ക് മുന്നാകെ പറയുന്നുണ്ട്. ആ മലമുകളിൽ വെച്ച് കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ അവിടെ പറയുകയാണ്. ഈ സംഭവം കേട്ട ശേഷം അമീർ അബ്ദുള്ള പറയുന്നുണ്ട്, സെൻറ്റിമെൻ്റ് ഡയലോഗിനും അങ്ങനെയുള്ള സെൻറ്റിമെൻസിനുമൊക്കെ സിനിമയിലും കഥയിലുമൊക്കെ പിന്നെ ചാൻസ് ഉള്ളൂ. പക്ഷേ ഇത് ജീവിതമാണ്, ഈ കോടതിയാണ്, ഇവിടെ വേണ്ടത് തെളിവുകളാണ്. ഞാൻ പറയുന്നതൊന്നും ശൂന്യതയിൽ നിന്നും കഥയുണ്ടാക്കി പറയുന്നതല്ല, ഓരോന്നും എവിഡൻസിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ അർജുൻ അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. സിനിമയിലായാലും ജീവിതത്തിലായാലും ഇമോഷണലും സെൻറ്റിമെൻസിനും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടല്ലേ സിനിമയും സീരിയലും കഥകളും ഒക്കെ കണ്ടും കേട്ടുമൊക്കെ ആളുകൾ കരയുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ കരയാറില്ല എന്നിങ്ങനെ അമീർ അബ്ദുള്ള പറയുകയാണ്. അന്നേരം അർജുൻ നല്ല വാശിയോടെ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ടാണ്, മനസാക്ഷി ഇല്ലാത്തത് കൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ ജഡ്ജിയാണെങ്കിൽ ആ ചുറ്റിക അങ്ങോട്ട് അടിച്ചിട്ട് ഓർഡർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരും ജഡ്ജിയിലേക്ക് ശ്രദ്ധിക്കുന്നു. ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കാർത്തിക ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് അടുത്തൊരു എപ്പിസോഡിൽ അർജുൻ വാദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പോൾ തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ശാലിനി ബ്രേസ്ലെറ്റ് അവിടെ ഹാജരാക്കുന്നത്. ഇത് നേരം ആ ജ്വല്ലറി ഓണറും അവിടെ സമർത്ഥിക്കുന്നുണ്ട്, തൻ്റെ കടയിൽ നിന്ന് സത്യമ്മ വാങ്ങിച്ചതാണ്, കണ്ടെത്തിയ സാഹചര്യങ്ങളൊക്കെ ശാലിനി അവിടെ പറയും. അന്നേരം കാർത്തിക ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരിത് അവിടെ വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷമേ അറിയാൻ പറ്റൂ വിഷ്ണുവിന് ഇനി ജാമ്യം കിട്ടുമോ അതോ ഇനി റിമാൻഡിലേക്ക് വിടുമോ എന്നുള്ളതാണ്. ബാക്കി തെളിവുകൾ ഹാജരാക്കാനും ഒക്കെ സമയം കൊടുക്കുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡ് വഴിയേ അറിയാം. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.